ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയുർവേദ ഭയങ്കര സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന മരുന്നുകളിൽ നല്ലൊരു ശതമാനവും ആയുർവേദ മെഡിസിൻസാണ്. മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങളും ആയുർവേദത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. എന്നിട്ടും നമുക്കൊരു തരം ഒരു താല്പര്യമില്ലായ്മയാണ്. നമ്മളുടെ പാരമ്പര്യമാണ് അതെന്ന് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആയുർവേദത്തെ ട്രീറ്റ് ചെയ്യുന്നത്. ഡോക്ടർ സഞ്ജീവ് കുമാർ ഓജയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് അറിയുന്നത് നല്ലതാണ്. നാഷണൽ ബോട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റാണ് ഈ ഡോക്ടർ സഞ്ജീവ് കുമാർ ഓജ. ഫാർമക്കോഗ്നോസിയിലും എത്നോ ഫാർമക്കോളജിയിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അതിൻ്റെ ബേസിൽ ഒരുപാട് റിസർച്ചുകൾ അദ്ദേഹം ഈ നാഷണൽ ബോട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 13ഓളം ഇൻ്റർനാഷണൽ പാറ്റൻറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് മെഡിസിനൽ കോമ്പിനേഷൻസ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡിഗ്രി കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. അദ്ദേഹം ആയുർവേദിക് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. പിന്നീടാണ് റിസർച്ചിലേക്ക് അദ്ദേഹം വരുന്നത്. BA-MS ആണ് അദ്ദേഹത്തിൻ്റെ ഡിഗ്രി. ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയൂ, പൊതുവെ ഈ ആയുർവേദത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു രണ്ടാംകിട കോഴ്സായിട്ടാണ്. നീറ്റ് എക്സാമൊക്കെ എഴുതി എൻട്രൻസ് എക്സാമൊക്കെ കിട്ടി മെഡിസിൻ ഒരു ബോർഡർ ലൈനിൽ വന്ന് ഇങ്ങനെ MBBS കിട്ടൂല എങ്കിൽ ചിന്തകളും ആലോചനകളും വന്ന് സ്റ്റക്കായി നിൽക്കുന്നത് ആയുർവേദത്തിലോ ഹോമിയോയിലോ അഗ്രികൾച്ചറിലൊക്കെയാണ്. പൊതുവേ നമ്മളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ അനിയത്തിയെ കണ്ടിട്ട് ഏട്ടത്തിയെ കെട്ടേണ്ടി വരുന്ന ഒരു കല്യാണാലോചനയും കല്യാണമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ആലോചിച്ച് നോക്ക്. ഒട്ടും സംതൃപ്തി ഇല്ലാത്ത രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നൊരു രീതിയാണ് നമുക്കുള്ളത്. പലപ്പോഴും MBBS കിട്ടാത്തടുത്ത് രണ്ടാമതായിട്ട് ചൂസ് ചെയ്യുന്ന ഗതിയില്ലാതെ വേറൊരു വഴിയില്ലാണ്ട് തിരഞ്ഞെടുക്കുന്നൊരു കോഴ്സ് എന്ന നിലക്കാണ് ആയുർവേദ കാണുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുക, ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, പാഷനേറ്റ് ആയിരിക്കില്ല നമ്മളെല്ലാവരും. പലപ്പോഴും അത് പല കരിയേഴ്സിലും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയ ഈ ആയുർവേദ എന്ന് പറയുന്ന സാധനം ഒരു 5000-ത്തിലധികം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഋഷിവര്യന്മാരും മഹാമുനികളും മനീഷികളും റിസർച്ച് ചെയ്ത് ഗവേഷണം നടത്തി രൂപപ്പെടുത്തി കൊണ്ടുവന്നൊരു മെഡിക്കൽ ശാഖയാണ്. ആയുഷിൻ്റെ കീഴിൽ വരുന്നതാണ് BAMSൻ്റെ അപ്രൂവലെല്ലാം. നമുക്ക് മനസ്സിലാവും മൊത്തത്തിൽ അതിൻ്റെ ഒരു സ്പെഷ്യലൈസേഷനും ഓപ്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ കുറച്ച് ചികിത്സക്ക് വിധേയനായിരുന്നു. ആദ്യം പഠിച്ചത് കോട്ടക്കലായിരുന്നു. കോട്ടക്കൽ പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം മംഗലാപുരത്ത് പോയിട്ട് പഞ്ചകർമ്മയിൽ MD ചെയ്തു. MD ചെയ്തിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം 5 വർഷത്തോളം അദ്ദേഹം റഷ്യയിൽ ഗവൺമെൻറ് ക്ലിനിക്കിൽ ആയുർവേദ പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയുർവേദ ഭയങ്കര സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന മരുന്നുകളിൽ നല്ലൊരു ശതമാനവും ആയുർവേദ മെഡിസിൻസാണ്. മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങളും ആയുർവേദത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. എന്നിട്ടും നമുക്കൊരു തരം ഒരു താല്പര്യമില്ലായ്മയാണ്. നമ്മളുടെ പാരമ്പര്യമാണ് അതെന്ന് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആയുർവേദത്തെ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ആയുർവേദത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയ കുറച്ചുകൂടി ഒരു ഇന്നവേറ്റീവായ ആളുകൾക്ക് ആ ഒരു മൈൻഡ് ഉണ്ടാവണം. അങ്ങനത്തെ ആളുകൾക്കത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. അനുഭവങ്ങളാണ്. ഇപ്പോൾ എൻ്റെ മോളുടെ ഒരു ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഏറ്റവും കൂടുതൽ സഹായകമായത്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയിൽ സഹായകമായത് ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ്. ആയുർവേദത്തിന് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. സ്പെഷ്യലൈസേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 10-12 ഏരിയകൾ. ഇപ്പോൾ ശാലക്യ തന്ത്ര അല്ലെങ്കിൽ ശാലക്യ സൂത്രം എന്ന് പറയുന്നത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കായചികിത്സ ജനറൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദെൻ ബാലരോഗ തന്ത്ര എന്ന് പറയുന്നതുണ്ട്. ജരചികിത്സ എന്ന് പറയുന്നത് ഈ ജെറിയാട്രിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, 12 സ്പെഷ്യലൈസേഷൻസ് നമുക്ക് ഈ ആയുർവേദത്തിൽ കാണാൻ പറ്റും. കുറച്ചുകൂടി ഒരു ട്രൈബൽ മെഡിസിനോ
ട്രഡീഷണൽ മെഡിക്കൽ കോൺസെപ്റ്റുകളോ പാരമ്പര്യ വൈദ്യന്മാരെയൊക്കെ കൂട്ടുപിടിച്ച് അവരുടെ ചികിത്സകൾ മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണങ്ങളൊക്കെ നടത്താൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആയുർവേദം തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ആയുർവേദത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, പലപ്പോഴും ആയുർവേദ ചികിത്സയെ അന്വേഷിക്കുമ്പോൾ നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതല്ലെങ്കിൽ അതന്വേഷിക്കുമ്പോൾ പലപ്പോഴും ഒരു ഏജ്ഡ് ആയ ആളുകൾ വൈദ്യന്മാരെയോ ഡോക്ടർമാരെയാണ് ആളുകൾ നോക്കുക. അപ്പോൾ നമ്മളൊക്കെ പോയി ഒരു ഡോക്ടറെ അന്വേഷിക്കുമ്പോൾ ആയുർവേദ ഡോക്ടറെ അന്വേഷിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു പ്രായമുള്ള എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞൊരു രീതി നമ്മുടെ ഇടയിലുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിലെ ആളുകൾ ചികിത്സക്ക് പോകുമ്പോൾ ഒരു 40-45 വയസ്സ് കഴിഞ്ഞാലേ ആയുർവേദ ചികിത്സ ഉപയോഗിക്കുക തന്നെയുള്ളൂ. അതിലേക്ക് പോവാന്ന് പറഞ്ഞൊരു 40-45 വയസ്സൊക്കെ കഴിഞ്ഞാലാണ് ഈ എണ്ണയും കുഴമ്പൊക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞൊരു രീതി വരുന്നത്. സത്യത്തിൽ ആയുർവേദ ഈ ഒരു പ്രശ്നമാണ് സത്യത്തിൽ ആയുർവേദയെ പിന്നോട്ടടുപ്പിക്കുന്നതോ അതല്ലെങ്കിൽ അതിലേക്ക് ആളുകൾ വരാൻ മടിക്കുന്നതോ. വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തൊരു കാര്യം, ഒരാളും അത് ആ പുസ്തകങ്ങളിൽ ഉള്ളത് വായിച്ച് പഠിച്ച് പോവാന്നല്ലാതെ അതിൽ മുന്നോട്ട് പോകാമെന്നല്ല, സ്വന്തമായിട്ടൊരു ഗവേഷണമൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, നടത്തുന്നില്ല. ശാസ്ത്രവാദികളുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ആയുർവേദ ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, പഠിക്കാൻ തയ്യാറാവുന്ന, കുറച്ചുകൂടി ഒരു റിസർച്ച് ചെയ്യാൻ, ഗവേഷണം നടത്താൻ, സ്വന്തം നിലക്ക് കുറച്ചുകൂടി ഇന്നവേറ്റീവായിട്ട് പോകാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആയുർവേദം നല്ലൊരു മേഖലയാണ്. അതോടൊപ്പം അതിൻ്റെ ഈ നെഗറ്റീവ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ധാരണ ഉണ്ടാവണം. പലപ്പോഴും എന്തുകൊണ്ടാണത് പിന്നോട്ട് പോകുന്നതെന്ന്. ഇനി ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയുന്നൊരു വർത്തമാനം എന്താണെന്നറിയോ, നിങ്ങൾ കുറച്ചുകൂടി PR കുറച്ചുകൂടി എന്ത് ചെയ്യണം, കൂട്ടണം. പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പബ്ലിക് റിലേഷനും അഡ്വർടൈസ്മെൻറ്റും കാര്യമായിട്ട് നടത്തണം. അതെങ്ങനെയാണ്, ഞാൻ പലപ്പോഴും ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങളെടുത്ത് നോക്ക്, വളരെ കൃത്യമായിട്ട് ആയുർവേദത്തെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോകൾ വളരെ കുറവാണ്. ഇത് താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയകൾ, ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് മാത്രം മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ ആയുർവേദ വിധികൾ, കണ്ണിനെക്കുറിച്ചുള്ളത്, കോസ്മെറ്റിക് ചികിത്സകൾ, സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടത്, അത്തരം ഏരിയകളൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിൻ്റെ ചികിത്സാ രീതികളിൽ ഫോക്കസ് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ 10, 15, 20 മിനിറ്റൊക്കെ ചെയ്യാവുന്ന വീഡിയോകൾ ചെയ്ത് പുറത്ത് വിട്ടാൽ അത് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് പഠിക്കുകയും വേണം കേട്ടോ. അതോടൊപ്പം ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ഒരു സെഷനൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇതിന് നല്ല പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ആയുർവേദ സ്വീകാര്യമായ നല്ല മെഡിക്കൽ കോൺസെപ്റ്റാണ്. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റഷ്യയിൽ പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞത്, അപ്പോൾ അദ്ദേഹമൊക്കെ പറയാറുണ്ട്, അതിനെ വളരെ ആത്മാർത്ഥമായിട്ട് സമീപിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ചാൻസ് ഉണ്ട്. UAE ഒരു പര്യടനത്തിൻ്റെ ഭാഗമായിട്ട്, പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ഞാൻ താമസിച്ച ഫ്ലാറ്റിൽ അതിൻ്റെ തൊട്ടടുത്ത് ആയുർവേദത്തിൻ്റെ സ്മെല്ലൊക്കെ, ഇങ്ങനെ മരുന്നിൻ്റെ സ്മെല്ലൊക്കെ കണ്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു കൊല്ലങ്കാരത്തിയായ ഒരു ലേഡി ഡോക്ടർ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച് നോക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്വീകാര്യമാണ്, പക്ഷേ ഞാൻ അതിൽ ആദ്യം ചെയ്തത് നന്നായി ഒരു 3-4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി വന്ന് അതോടൊപ്പം നല്ലൊരു പബ്ലിക് റിലേഷൻ, ആളുകളായിട്ട് നല്ല ബന്ധങ്ങൾ, എനിക്കറിയാമെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. ഈ ഫീൽഡ് എനിക്കറിയാം, ഞാൻ അതിൽ എക്സ്പേർട്ടാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അത് കപടമായ ബോധ്യപ്പെടുത്തലല്ല, മറിച്ച് ഇൻഫർമേഷൻ്റെയും സ്കില്ലുകളുടെയും അതുപോലെ എക്സ്പീരിയൻസിൻ്റെയും ബാക്കപ്പിൽ വേണം നമ്മളത് ചെയ്യാൻ. മാസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ പോലും ജോബിനൊക്കെ പോകാൻ പറ്റുന്ന, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു കരിയറാണ് ആയുർവേദ. കേരളത്തിൽ ആയുർവേദം ഒരു 8000 വരെ വരുന്ന, നീറ്റ് കഴിഞ്ഞ് കേരള റാങ്കിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8000 വരെ വരുന്ന ആളുകൾക്ക് റിസർവേഷൻ കാറ്റഗറിയിലൊക്കെ വരാറുണ്ട്. ഒരു 6000-5000 വരുന്ന ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സിനും കിട്ടാറുണ്ട്. സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ഏതാണ്ട് ഒരു 34,000-35,000 വരെ റാങ്ക് വരുന്ന, കീം റാങ്ക് വരുന്ന ആളുകൾക്കും കിട്ടാറുണ്ട്. ഒരു 2 ലക്ഷത്തിനടുത്ത് ഫീസ് വരും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആയുർവേദത്തിലേക്ക് പോകാൻ. ഈ ആയുർവേദ ചികിത്സയിൽ, ആയുർവേദ മെഡിസിനിൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ശ്രദ്ധിക്കേണ്ട കാര്യപ്പെട്ടൊരു പണി, ഈ ഗ്രന്ഥം എന്നത് അല്ലെങ്കിൽ വിവരം, ഇൻഫർമേഷൻ, മാനുസ്ക്രിപ്റ്റ്സ്, താളിയോലകൾ ഇതൊക്കെ ശേഖരിച്ച് മാക്സിമം കണ്ടെത്തി നമ്മളുടെ ഇൻഫർമേഷൻ ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനും അതിനൊന്ന് കൺസോളിഡേറ്റ് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, ഗ്രന്ഥത്തിനെ ലൈഫുമായിട്ടും റിയലിസ്റ്റിക് ഇതുമായിട്ടൊക്കെ ഒന്ന് എന്താ പറയുക, സംഭവങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനൊക്കെ പഠിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ട്രഡീഷണൽ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ, പാരമ്പര്യ വൈദ്യന്മാരെ പോയി കാണുക. അതുപോലെ ആദിവാസി മെഡിസിൻസ് ഒക്കെ ഉണ്ട്, ട്രൈബൽ മെഡിസിൻസ്, അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അവരെയൊക്കെ സന്ദർശിക്കുകയും വിസിറ്റ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ഇൻഫർമേഷൻ പരമാവധി അതിൻ്റെ ഒരു എക്സ്പീരിയൻസിനെയും മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു റിസർച്ച് ഓറിയൻറ്റേഷനിലേക്ക് വേണമെങ്കിൽ പോവാം. ഉദാഹരണത്തിന് ഹെർബൽ സയൻസോ മെഡിസിനൽ പ്ലാന്റ്സോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. SNDT വിമൻസ് യൂണിവേഴ്സിറ്റി ഹെർബൽ സയൻസിൽ മാസ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ ഗുജറാത്ത് ആയുർവേദ യൂണിവേഴ്സിറ്റിയിൽ രസകരമായ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്.
ദെൻ സിമാപ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സ് മണ്ടും ലക്നോയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. ദെൻ മെഡിസിനൽ പ്ലാന്റ്സിൽ നിന്ന് മെഡിസിനൽ വാല്യൂസ് എക്സ്ട്രാക്ട് ചെയ്ത് മെഡിസിനാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള റിസർച്ചിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇതിന് പുറമെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കുന്ന എമർജൻസി മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്ട് ടൈം കോഴ്സുകൾ, ദെൻ അതുപോലെ പബ്ലിക് ഹെൽത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാം, ദെൻ ജനറ്റിക്സിലേക്കും പ്ലാന്റ് ജനറ്റിക്സിലേക്കും മാറാം. ആഡ് ഓൺ കോഴ്സുകളായിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ആയുർവേദത്തോട് ആഡ് ചെയ്യാവുന്നതാണ്. അത്തരം മേഖലകളെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഒന്ന് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ തന്നെയുണ്ട്. ദെൻ അതുപോലെ തന്നെ 10-12 സ്പെഷ്യലൈസേഷൻ തന്നെ അതിലുണ്ട്, ഓരോന്നിലുണ്ട്. ഇപ്പോൾ പീഡിയാട്രിക്സിൽ വരുന്നുണ്ട്, ദെൻ ഗൈനക്കിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രസൂതി തന്ത്രമൊക്കെ പോലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത്ര ഏരിയകൾ ഓരോന്നിനെ കുറിച്ച് മനസ്സിലാക്കി അതിലേറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് അങ്ങനത്തേൽ പോവുക. രണ്ടാമത്തത് നമുക്ക് കുറച്ചുകൂടി ഇൻഫർമേഷനെയും റിയൽ ലൈഫിനെയും ചികിത്സാ രീതികളെയും വിധികളെയും എക്സ്പീരിയൻസിൻ്റെ ബേസിൽ കണക്ട് ചെയ്തെടുക്കുക. മൂന്നാമത്തത് വ്യത്യസ്തമായ റിസർച്ച് ഓറിയൻറ്റഡ് ഏരിയകളിലേക്കും ആഡ് ഓൺ കോഴ്സുകളിലേക്കും പോവുക. ഇങ്ങനെ നമ്മുടെ കോഴ്സിനെ വളരെ കൃത്യമായിട്ട് മനോഹരമാക്കാൻ കഴിയും. അങ്ങനെ മനോഹരമാക്കി നല്ല കരിയർ ചോയ്സുകളിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.